വെൽക്കം ബാക്ക് ടു PSC പീഡിക. 2026 നടക്കാൻ പോകുന്ന കമ്പനി ബോർഡ് LGS, വെബ്കോ LD, VFA തുടങ്ങിയ PSC പരീക്ഷകൾക്കുള്ള കറണ്ട് അഫയേഴ്സ് സീരീസിൽ ഓഗസ്റ്റ് മാസത്തെ 5ാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ഈ ക്ലാസ്സിൽ ആദ്യം നോക്കുന്നത് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ ആണ്. 2025 പ്രഖ്യാപിച്ച ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബണിലെ മികച്ച ചിത്രം ഹോം ബൗണ്ട് ആണ്. മികച്ച സംവിധാനം നീരജ് റെയ്വാനാണ്. നീരജ് റെയ്വാൻ സംവിധാനം ചെയ്ത ചിത്രം ഹോം ബൗണ്ട് ആണ്. അതിനാണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ബെസ്റ്റ് ഇന്ത്യൻ ഫിലിമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അങ്കമ്മൽ എന്ന ചിത്രമാണ്. മികച്ച നടൻ അഭിഷേക് ബച്ചനാണ്. മികച്ച നടി ഗീത കൈലാസം. മികച്ച സീരീസ് ബ്ലാക്ക് വാറന്റ് ആണ്. ഇനി വെബ് സീരീസ് വിഭാഗത്തിൽ മികച്ച നടൻ ജയ്ദീപ് അഹ്ലാവത്താണ്. മികച്ച നടി നിമിഷ സജയൻ. വെബ് സീരീസ് വിഭാഗത്തിലാണ് മികച്ച നടൻ ജയ്ദീപ് അഹ്ലാവത്തും നടി നിമിഷ സജയനുമാണ്. ഇനി എക്സലൻസ് ഇൻ സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അമീർ ഖാനാണ്. ലീഡർഷിപ്പ് ഓഫ് സിനിമയ്ക്കുള്ള പുരസ്കാരം അരവിന്ദ് സ്വാമിക്കുമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2025 മികച്ച ചിത്രം ഹോം ബൗണ്ട് ആണ്. മികച്ച സംവിധാനം നീരജ് റെയ്വാനാണ്. ഇതിൻ്റെ ചിത്രം ഹോം ബൗണ്ട് തന്നെയാണ്. ബെസ്റ്റ് ഇന്ത്യൻ ഫിലിം അങ്കമ്മൽ എന്ന ചിത്രമാണ്. മികച്ച നടൻ അഭിഷേക് ബച്ചൻ. മികച്ച നടി ഗീത കൈലാസം. മികച്ച സീരീസ് ബ്ലാക്ക് വാറന്റ് ആണ്. ഇനി വെബ് സീരീസ് വിഭാഗത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ജയ്ദീപ് അഹ്ലാവത്തും മികച്ച നടി നിമിഷ സജയനുമാണ്. എക്സലൻസ് ഇൻ സിനിമയിൽ അമീർ ഖാനാണ്. ലീഡർഷിപ്പ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അരവിന്ദ് സ്വാമിക്കുമാണ്. നെക്സ്റ്റ്, തദ്ദേശീയർക്ക് ആയുധ ലൈസൻസ് അപേക്ഷ നൽകുന്നതിനുള്ള പോർട്ടൽ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം അസമാണ്. തദ്ദേശീയർക്ക് ആയുധ ലൈസൻസ് അപേക്ഷ നൽകുന്നതിനുള്ള പോർട്ടൽ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം അസമാണ്. ഉദ്ഘാടനം ചെയ്തത് അസമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമ്മയാണെന്ന് കൂടി ഓർക്കുക. അടുത്തത് 2025 ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കേരളത്തിലെ പദ്ധതി ക്യാൻസർ രഹിത കണ്ണപുരം എന്ന പദ്ധതിയാണ്. 2016 ഈ പദ്ധതി നിലവിൽ വന്നത്. നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ക്യാൻസർ വിമുക്തി നേടുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ പദ്ധതി. അടുത്തത്, ആൻറ്റി ഡ്രോൺ സംവിധാനം സജ്ജമാകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖം ഗുജറാത്തിലെ കാൺല തുറമുഖമാണ്. ആൻറ്റി ഡ്രോൺ സംവിധാനം സജ്ജമാകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖം ഗുജറാത്തിലെ കാൺല തുറമുഖം. ഏകദേശം 15 കിലോമീറ്റർ അകലെ വരെയുള്ള ഡ്രോണുകളെ നിർവീര്യമാക്കാൻ കഴിവുള്ളതാണ് ഈ ആൻറ്റി ഡ്രോൺ സംവിധാനം. അപ്പോൾ ആൻറ്റി ഡ്രോൺ സംവിധാനം സജ്ജമാകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമാണ് കാൺല തുറമുഖം. അടുത്തത്, 2025 ചെമ്മീൻ ചലച്ചിത്രം പുറത്തിറങ്ങിയിട്ട് 60 വർഷം പൂർത്തിയായിരിക്കുകയാണ്. 1965 ചെമ്മീൻ ചിത്രം പുറത്തിറങ്ങിയത്. തകഴി ശിവശങ്കരപിള്ളയുടെ ചെമ്മീൻ എന്ന നോവലിനെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയാണിത്. ഇതിൻ്റെ സംവിധായകൻ രാമു കാര്യാട്ടാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായി പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ചിത്രം ചെമ്മീനാണ്. നെക്സ്റ്റ്, ദുർഗാപൂജയുടെ ഭാഗമായി ആക്സിബിലിറ്റി പ്രോഗ്രാം വികസിപ്പിക്കുന്നതിനായി യുനെസ്കോയുമായി സഹകരിക്കുന്ന സ്ഥാപനമാണ് IIT ഖരഗ്പൂർ. ദുർഗാപൂജയുടെ ഭാഗമായി ആക്സിബിലിറ്റി പ്രോഗ്രാം വികസിപ്പിക്കുന്നതിനായി യുനെസ്കോയുമായി സഹകരിക്കുന്ന സ്ഥാപനം IIT ഖരഗ്പൂർ ആണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഗർഭിണികൾക്കും വികലാംഗർക്കും ദുർഗാപൂജ എളുപ്പത്തിൽ ദർശിക്കുന്നത് സാധ്യമാക്കാനാണ് ഈ പ്രോഗ്രാം വികസിപ്പിക്കുന്നത്. ഇത് IIT ഖരഗ്പൂറും യുനെസ്കോയും ചേർന്നാണ് വികസിപ്പിക്കുന്നതെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, അടുത്തിടെ ലഡാക്കിൽ ISRO ആരംഭിച്ച അനലോഗ് ബഹിരാകാശ ദൗത്യമാണ് ഹോപ്പ്. ഹോപ്പ് എന്നാണ് ഈ ദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേര്. അടുത്തിടെ ലഡാക്കിൽ ISRO ആരംഭിച്ച അനലോഗ് ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേര് ഹോപ്പ് എന്നാണ്. ഹോപ്പിൻ്റെ പൂർണ്ണരൂപം ഹിമാലയൻ ഔട്ട്ബേസ്റ്റ് ഓഫ് പ്ലാനറ്ററി എക്സ്പ്ലനേഷൻ എന്നാണ്. ലഡാക്കിലെ സോക്കാർ എന്ന താഴ്വരയിലാണ് ഈ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നതെന്ന് ഓർക്കുക. നെക്സ്റ്റ്, ഹരിതമിത്രം ആപ്ലിക്കേഷൻ്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഹരിതമിത്രം 2.0. ഹരിതമിത്രം ആപ്ലിക്കേഷൻ നമുക്കറിയാം, ഹരിതകർമ്മ സേനയ്ക്ക് വേണ്ടിയുള്ള ആപ്പാണിത്. ഈ ഹരിതമിത്രം ആപ്ലിക്കേഷൻ്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഹരിതമിത്രം 2.0 എന്നുള്ളത്. നെക്സ്റ്റ്, 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയത് മണിക വിശ്വകർമ്മയാണ്. രാജസ്ഥാൻ സ്വദേശിയാണ്. 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയത് മണിക വിശ്വകർമ്മയാണ്. മത്സരം നടന്നത് രാജസ്ഥാനിലെ ജയ്പൂരിൽ വെച്ചാണ്. നമുക്കറിയാം, മണിക വിശ്വകർമ്മ 2025 നടന്ന തായ്ലൻഡിൽ വെച്ച് നടന്ന മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിരുന്നു. അപ്പോൾ 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയത് മണിക വിശ്വകർമ്മയാണ്.
നെക്സ്റ്റ് 2025 പ്രഥമ കേരള ഏവിയേഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് കൊച്ചിയാണ്. 2025 പ്രഥമ കേരള ഏവിയേഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് കൊച്ചി. വ്യോമയാന മേഖലയിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഉച്ചകോടി നടത്തുന്നത്. അപ്പോൾ 2025 പ്രഥമ ആദ്യത്തേതാണ് കേരള ഏവിയേഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് കൊച്ചിയാണ്. അടുത്തത് മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം രചിച്ചത് അരുന്ധതി റോയി ആണ്. മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം രചിച്ചത് അരുന്ധതി റോയി. അരുന്ധതി റോയിയുടെ അമ്മ മേരി റോയിയുടെ മരണശേഷമുള്ള ഓർമ്മക്കുറിപ്പുകളാണ് ഇതിൽ പരാമർശിച്ചിട്ടുള്ളത്. 1997 ബുക്കർ പ്രൈസ് ലഭിച്ച അരുന്ധതി റോയിയുടെ കൃതിയാണ് ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന നോവല്. അപ്പോൾ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം രചിച്ചത് അരുന്ധതി റോയി ആണെന്ന് ഓർക്കുക. നെക്സ്റ്റ് വെനീറ ഡി മിഷൻ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം റഷ്യയാണ്. റഷ്യയുടെ ശുക്രദൗത്യമാണ് വെനീറ ഡി. വെനീറ ഡി മിഷൻ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം റഷ്യ. വെനീറ ഡി എന്നത് റഷ്യയുടെ ശുക്രനിലേക്കുള്ള ബഹിരാകാശ ദൗത്യമാണ്. 2036 ഈ ദൗത്യം വിക്ഷേപിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിലൊരു ഓർബിറ്റർ, ഒരു ലാൻഡർ, ഒരു ബലൂൺ പ്രോബ് എന്നിവ ഉൾപ്പെടുന്നു. ശുക്രൻ്റെ അന്തരീക്ഷം, ഉപരിതലം, കാലാവസ്ഥ എന്നിവയെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തുക എന്നതാണ് ഈ ദൗത്യത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ വെനീറ ഡി എന്ന മിഷൻ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം റഷ്യയാണ്. റഷ്യയുടെ ശുക്രദൗത്യമാണ് വെനീറ ഡി എന്നത് ഓർക്കുക. നെക്സ്റ്റ് അടുത്തിടെ ശ്രമശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ശ്രമശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ബംഗാളിലുള്ള ആൾക്കാർ മറ്റ് സ്റ്റേറ്റുകളിൽ ജോലിക്ക് പോകാറുണ്ട്. അപ്പോൾ അവർ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തുമ്പോൾ ജോലി ലഭിക്കുന്നത് വരെ 5000 രൂപ പ്രതിമാസം നൽകുന്ന പദ്ധതിയാണിത്. 1 വർഷ കാലയളവിലേക്കാണ് ഈ പദ്ധതിയുടെ തുക ലഭിക്കുന്നതെന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പോൾ ശ്രമശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. അടുത്തത് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് 2025 ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2025 ഓഗസ്റ്റ് 20-നാണ്. പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് 2025 ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2025 ഓഗസ്റ്റ് 20-നാണ്. പണം ഉപയോഗിച്ചുള്ള ഓൺലൈൻ ഗെയിമിങ്ങിന് നിയന്ത്രണം ഉപയോഗിച്ചുകൊണ്ടുള്ള ബില്ലാണിത്. ഇത് അവതരിപ്പിച്ചത് റെയിൽവേ, IT, ഇലക്ട്രോണിക്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന അശ്വനി വൈഷ്ണവ് ആണെന്ന് കൂടി ഓർക്കുക. നെക്സ്റ്റ് കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തുവാനും തടയാനുമായി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സുരക്ഷാമിത്രം. കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തുവാനും തടയാനുമായി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ് സുരക്ഷാമിത്രം. അടുത്തത് സിനിമകളിലൂടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മനസ്സിലാക്കുക എന്നത് ലക്ഷ്യമാക്കി സർക്കാർ തലത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് ടൂറിസം ഫിലിം സർക്യൂട്ട്. സിനിമകളിലൂടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മനസ്സിലാക്കുക എന്നത് ലക്ഷ്യമാക്കി സർക്കാർ തലത്തിൽ ആരംഭിക്കുന്ന പദ്ധതി ടൂറിസം ഫിലിം സർക്യൂട്ട് എന്ന പദ്ധതിയാണ്. ഇത് സംസ്ഥാനത്തെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ള ചിത്രങ്ങളുടെ ലൊക്കേഷനിൽ എത്തുകയും അവിടെ തീം ടൂറിസം നടത്തുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ആദിവാസി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനായി അടുത്തിടെ വികസിപ്പിച്ച പുതിയ ബ്രാൻഡാണ് അതിരപ്പള്ളി എന്നുള്ള ബ്രാൻഡ്. ആദിവാസി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനായി അടുത്തിടെ വികസിപ്പിച്ച പുതിയ ബ്രാൻഡ് അതിരപ്പള്ളിയാണ്. അതിരപ്പള്ളി എന്നുള്ള പ്രദേശത്ത് അവിടെയുള്ള ആദിവാസി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബ്രാൻഡ് തുടങ്ങിയിരിക്കുന്നത്. നെക്സ്റ്റ് 1908 ഇന്ത്യൻ തുറമുഖ നിയമത്തിന് പകരമുള്ള ഇന്ത്യൻ തുറമുഖ ബില്ല് 2025 രാജ്യസഭ പാസ്സാക്കിയത് 2025 ഓഗസ്റ്റ് 18-നാണ്. 1908 ഇന്ത്യൻ തുറമുഖ നിയമത്തിന് പകരമുള്ള ഇന്ത്യൻ തുറമുഖ ബില്ല് പുതിയത് 2025 രാജ്യസഭ പാസ്സാക്കിയത് 2025 ഓഗസ്റ്റ് 18-നാണ്. തുറമുഖങ്ങളുടെ ഭരണം ആധുനികവൽക്കരിക്കാനും കേന്ദ്ര സംസ്ഥാന സഹകരണം മെച്ചപ്പെടുത്തുവാനും വ്യാപാര സുഗമമാക്കാനും തുറമുഖങ്ങളിലെ മലിനീകരണം, സുരക്ഷ, നാവിഗേഷൻ, ദുരന്ത നിവാരണം എന്നിവ മെച്ചപ്പെടുത്തുവാനും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കാനും ഈ ബില്ല് ലക്ഷ്യമിടുന്നുണ്ട്. ഇപ്പോൾ 2025 തുറമുഖ ബില്ല്, ഇന്ത്യൻ തുറമുഖ ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് 2025 ഓഗസ്റ്റ് 18-നാണ്. അപ്പോൾ കഴിഞ്ഞ 5 ക്ലാസ്സുകളിലായി ഓഗസ്റ്റ് മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് PSC ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്